ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ വാക്കുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ ഗോസ്റ്റിംഗ് എന്താണ്, അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, നിങ്ങൾ ഒരാളുമായിട്ട് നല്ലൊരു ചങ്ങാത്തത്തിലോ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പിലാണ്, അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്കൊരു നല്ല ബന്ധം അവരുമായിട്ട്, നല്ല ആഴത്തിലുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നുന്നു, കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പോകുന്നു. പെട്ടെന്നൊരു ദിവസം ഇത് പൂർണ്ണമായിട്ടും ആ വ്യക്തിയും ആ ബന്ധവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ഒരു രീതിയിലുമുള്ള വിശദീകരണം ഒന്നും നൽകാതെയായിരിക്കും ആ വ്യക്തി ഈ ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് പിന്നീട് യാതൊരുവിധ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ യാതൊരുവിധ കണക്ഷനോ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇതിനെ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബന്ധങ്ങളിൽ കാണുന്ന ഈ ഒരു പ്രവൃത്തിയാണ് ഗോസ്റ്റിംഗ് എന്ന് ന്യൂ ജനറേഷൻ പിള്ളേർ വിളിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മലയാളത്തിൽ പ്രേതബാധ എന്ന് തന്നെ പറയാം. ഈ ഗോസ്റ്റിംഗ് എന്നത് താരതമ്യേന പുതിയൊരു പദമാണെങ്കിലും തിരസ്കരണത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും പരിചിതമായ വേദന നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. അത് സുഹൃത്തുക്കളായാലും കുടുംബാംഗങ്ങളായാലും സഹപ്രവർത്തകരായാലും പ്രണയബന്ധങ്ങളായാലും, നിങ്ങൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതുപോലെ പെരുമാറുന്നത്, അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അവിശ്വസനീയമായിട്ടുള്ളൊരു രീതിയിൽ അതൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരിക്കും. നമുക്കത് അംഗീകരിക്കാനും വിശ്വസിക്കാനും ഒന്നും സാധിക്കുകയില്ല. ഇതിനെ ഫേസ് ചെയ്യുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. അത് വളരെ വേദനാജനകമാണെങ്കിലും നമുക്ക് എല്ലായ്പ്പോഴും അതിനൊരു പരിഹാരം ലഭിക്കുകയുമില്ല. ഈ നഷ്ടത്തെ നേരിടാനും അതിൽ നിന്നും സുഖം പ്രാപിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിൽ വരുന്ന ബന്ധങ്ങൾക്കായിട്ട് ഇതിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും എല്ലാം പഠിക്കാനുമായിട്ട് കുറച്ച് വഴികളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളായിക്കോട്ടെ പ്രണയങ്ങളായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ, അതിൽ ഇത്തരത്തിലൊരു ഗോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രവൃത്തി കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം. പലർക്കും അവരുടേതായ നിരവധി കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മളിൽ മിക്കവർക്കും അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ളത് അറിയത്തില്ലായിരിക്കും. ശരിക്കും ഒരു ആശയക്കുഴപ്പം നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ വളരെ ഭയാനകവുമായിട്ടുള്ള ഒരു അനുഭവമാണിത്. ഇത്തരം ഒരു കാര്യം ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ലജ്ജ തോന്നാം, അതുപോലെ ആത്മവിശ്വാസം കുറഞ്ഞതുപോലെ തോന്നാം, അമിതമായിട്ട് ഞങ്ങൾ ദുർബലരായി അല്ലെങ്കിൽ അമിതമായിട്ട് തുറന്നു കാട്ടപ്പെട്ടു എന്നിട്ടും ദുർബലരായി എന്നൊക്കെയുള്ളൊരു തോന്നലുകൾ, വികാരങ്ങൾ അങ്ങനെയെല്ലാം വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ പലരും ഇതിനോട് പ്രതികരിക്കുന്നത്, ഇങ്ങനെ ഗോസ്റ്റിംഗ് ആ ഒരു രീതിയോട് പ്രതികരിക്കുന്നത്, ഇതിനു മുന്നേ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണത്തിൽ അല്ലെങ്കിൽ അന്നൊരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിച്ചോ ആ രീതിയിലായിരിക്കും പലരും പ്രതികരിക്കുന്നത്. അത് പ്രതികരണവും പലർക്കും പല രീതിയിലായിരിക്കും. പക്ഷേ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നവർ എന്തുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലായിരിക്കും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഈ ഒരു കാര്യം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അവരെ വളരെ 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 ഡീപ്പായിട്ടായിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഗോസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രേതബാധ എന്നുള്ളൊരു അർത്ഥത്തിൽ ഇതിനെ പറയാനും കാരണം. ശരിക്കും ഇത്തരത്തിലൊരു വ്യക്തി നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതിന് മെയിനായിട്ടുള്ളൊരു കാരണമായിട്ട് സൈക്കോളജി പറയുന്നത് ഇവർക്ക് ബന്ധങ്ങളിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നു പോകാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർ ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഒരു കാര്യം അവസാനിപ്പിച്ച് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് പിന്നീടൊരു സംസാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള വിശദീകരണത്തിനോ ഒന്നും അവർ തയ്യാറല്ല. അതിനെ ഫേസ് ചെയ്യാനും അവർക്ക് സാധിക്കുകയില്ല എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള റീസൺ കൊണ്ടും ഇത്തരത്തിലെല്ലാം ആളുകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ മറ്റു ചിലർ ഇങ്ങനെ ഗോസ്റ്റിംഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ ശരിക്കും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ ഒരു അധികാരവും നിയന്ത്രണവും എല്ലാം നേടാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വ്യക്തി ഈ ഗോസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസ് ആയിട്ട് സൈക്കോളജി പറയുന്നത്. ആരെങ്കിലും നമ്മളോട് ഇത്തരത്തിൽ ഗോസ്റ്റിംഗ് കാണിച്ചാൽ അത് തെറ്റാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഏതൊരു ബന്ധത്തിലും നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ചും ചിന്തിക്കാം. എന്നാൽ സ്വയം അമിതമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു കെണിയിലേക്ക് നമ്മൾ അകപ്പെടുകയേ ചെയ്യരുത് എന്നാണ് സൈക്കോളജി പറയുന്നത്. ശരിക്കും നമ്മൾ സ്വയം ലജ്ജിക്കുകയോ സ്വയം കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതിരിക്കുക.
അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധ മാറ്റിവിടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദുർബലരാവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യപ്പെട്ടു, അങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ വലിയൊരു ഇരയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ഗോസ്റ്റിംഗ് അനുഭവിച്ച ഒരാൾക്ക് പിന്തുണ നേടാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത് ചർച്ച ചെയ്യാനായിട്ട് ഒരു വ്യക്തി ആവശ്യമാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയിട്ട് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം ആവശ്യപ്പെടാവുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ആരോടെങ്കിലും ഒക്കെ പങ്കുവെക്കാനും ഷെയർ ചെയ്ത് കാര്യങ്ങൾക്ക് ഒരു മറുപടി, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ കേൾക്കാനെങ്കിലും ഒരാൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ മുറിവുകൾ, അതായത് നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ മുറിവുകൾ ഉണക്കാനുള്ള ഒരു അവസരം വീണ് കിട്ടിയതാണെന്ന് കരുതുക. അത് നിങ്ങൾ വിനിയോഗിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് ഒരു രീതിയിലും നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാവുന്നത്രയും വേറൊരാൾക്കും അറിയുകയില്ല. നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ. ഇല്ല, എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിയും ഒരു മനുഷ്യനെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയില്ല. അതുമാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട്. അങ്ങനെ ഒരു കാരണവും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മാത്രം തെറ്റല്ല. ഇനി ഇതുപോലെ ആരെങ്കിലും നിങ്ങളോട് ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഗോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നതിനെക്കുറിച്ച്? നിങ്ങളിൽ ചിലർക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്നേക്കാം. അത് തികച്ചും സാധാരണമാണ്. പ്രത്യേകിച്ച് നമുക്ക് വേദന അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് തെറ്റ് സംഭവിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ. എല്ലാ രീതിയിലും ഇത്തരത്തിൽ ഗോസ്റ്റിംഗ് ധാരാളം ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നിട്ടും അവർക്ക് അതിലൂടെ തന്നെ മുന്നോട്ട് ജീവിക്കേണ്ടിയും വന്നിട്ടുണ്ടാകാം. ഇത്തരത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ മൊത്തത്തിൽ അത് അടച്ച് ക്ലോസ് ചെയ്ത് ആ റിലേഷൻഷിപ്പ് അവിടെ അവസാനിപ്പിക്കുന്നത് ഒന്നിനും ഒരു ഓപ്ഷൻ അല്ല, ഒരു പോംവഴിയുമല്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ദുഃഖം തോന്നാനും സാധ്യതയുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ എത്ര കാലമായി പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. ആ വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടാവുമ്പോൾ അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നൽകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോപം തോന്നിയേക്കാം. അത് ആരോഗ്യകരവും സാധാരണവുമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ മാത്രം പ്രകടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ കാലം ആ ഒരു വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന കണക്ഷൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ആ വ്യക്തിയെ ഒന്ന് കാണാൻ സാധിക്കുന്നില്ല, അവരോട് മിണ്ടാൻ സാധിക്കുന്നില്ല, സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ, അതെല്ലാം വളരെ ആഴത്തിൽ നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അവർക്ക് കുറച്ച് സമയവും അതുപോലെ തന്നെ അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി അംഗീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇതാണ് നിങ്ങൾ അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യവും. ഇങ്ങനെയൊരു വികാരങ്ങൾ അനുഭവപ്പെടുമ്പോൾ സംഭവിച്ച ആ ഒരു കാര്യത്തെ സന്തുലിതമാക്കാനായിട്ട് ആരോഗ്യകരവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്തരത്തിലൊരു ഗോസ്റ്റിംഗ് അനുഭവപ്പെട്ട അല്ലെങ്കിൽ അത് അനുഭവിച്ച വ്യക്തികൾക്ക് അതിന് വിധേയമായ ശേഷം മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താനായിട്ടൊരു തോന്നലുണ്ടായേക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹമായിട്ട് അത് മാറും. ആരും ശരിയല്ല, എല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം, എല്ലാവരോടും ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, അങ്ങനെയെല്ലാം ചിന്തകൾ വരും. എന്നാൽ എല്ലാവരും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നവരല്ലെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് പ്രധാനമാണെന്നാണ് സൈക്കോളജി പറയുന്നത്. കാരണം ആ ഒരു വ്യക്തിയെ പോലെ ആയിരിക്കുകയില്ല എല്ലാവരും. നമ്മുടെ ലാലേട്ടൻ തന്നെ പറയുന്നില്ലേ എമ്പുരാനകത്ത്, നിന്റെ ഡാഡിയല്ല എൻ്റെ ഡാഡിന്ന്. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും. ചിലപ്പോൾ ആളുകൾ ഇത്തരത്തിൽ പെട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് നമുക്ക് തോന്നും. നമുക്കൊരു സുരക്ഷിതമില്ലായ്മ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഒരു കാര്യം ഉണ്ടായത് ആ ഒരു സമൂഹത്തിന്റെ മൊത്തം പ്രശ്നം കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ആ ഒരു സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, ആ ഒരു വ്യക്തിയുടെ മാത്രം പ്രോബ്ലം കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല എന്നത്. ഇതിൽ പിന്തുണ ലഭിക്കേണ്ടത് പ്രധാനമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ ഗോസ്റ്റിംഗ് വഴി നിങ്ങളിൽ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. അത് നിങ്ങൾക്ക് വിനാശകരമായിട്ട് തന്നെ ബാധിച്ചേക്കാം. പ്രത്യേകിച്ചും നിങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെല്ലാം ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്തുണ ലഭിക്കേണ്ടത് പ്രധാനമാണ്. ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല.
വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട വ്യക്തികളോടോ എല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ച വ്യക്തികളുണ്ടാകാം നിങ്ങളുടെ ചുറ്റിലും. ചിലപ്പോൾ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരതെങ്ങനെ ഫേസ് ചെയ്തു എന്ന് നിങ്ങൾക്കൊരു വ്യക്തത കിട്ടും. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, ഈ ഗോസ്റ്റിംഗ് നിങ്ങൾ ഫേസ് ചെയ്യുകയാണ്, ആരോടും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്കതൊരു ഡയറിയിൽ എഴുതാം. അതും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കത്ത് എഴുതാം. അതായത് ഒരിക്കലും നിങ്ങൾ അയക്കാൻ പോകുന്നില്ലാത്തൊരു കത്ത്. ആ കത്തിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാം, നിങ്ങൾക്ക് അവരോട് പറയാനുള്ളതെല്ലാം പറയാം, നിങ്ങൾക്ക് ഷൗട്ട് ചെയ്യണമെങ്കിൽ ഷൗട്ട് ചെയ്യാം, നിങ്ങൾക്ക് അവരെ ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിക്കാം, എല്ലാം നിങ്ങൾ എഴുതുക. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു റിലീഫ് തന്നെ തരും. ഇനി ഇതെല്ലാം കൊണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് തെറാപ്പിസ്റ്റ്. ഇത്തരത്തിൽ മികച്ച പരിശീലനം ലഭിച്ച ഒരു പ്രൊഫഷണലുമായിട്ട് സംസാരിക്കുന്നതും നല്ലൊരാശയം തന്നെയാണ്. നമ്മുടെ വ്യത്യസ്ത രീതിയിലുള്ള ആ വികാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും. ആ നഷ്ടപ്പെടലിൽ നിന്നോ അല്ലെങ്കിൽ ആ പഴയ മുറിവുകളിൽ നിന്നോ ഒരു സുഖം പ്രാപിക്കാനായിട്ട്, ഭാവി ബന്ധങ്ങൾക്കായിട്ട് സ്വയം നമ്മളെ പ്രാപ്തരാക്കാനായിട്ട് ഒരവസരം ഒരുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് അംഗീകരിക്കാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും എന്ന് ചിന്തിക്കുക. അത് കൂടുതൽ മികച്ച ആളുകൾക്കും ബന്ധങ്ങൾക്കും നമ്മുടെ ലൈഫിലേക്ക് ഇടം നൽകാനും കടന്നു വരാനും വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു കഷ്ടതയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ദുരനുഭവത്തിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ടുള്ള കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം സ്നേഹിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവരോട് തുറന്ന് പറഞ്ഞിട്ട് പോവുക. അതുപോലെ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം. എന്തായാലും നിങ്ങൾ പോകാൻ തീരുമാനിച്ചു, അത് നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏറ്റവും നല്ല ഒരു നന്മ പ്രവൃത്തിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ഒരു ചെറിയൊരാശ്വാസം നൽകാനും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.